അത് ചിന്നുല്ലേ? ഒറ്റ നോട്ടത്തില് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലേ? അതെ, ഇവിടുത്തെ ചിന്നു തന്നെയാ. പക്ഷേ അവളുടെ ഡ്രസ് അതിന് നല്ല വിലയായി കാണുമല്ലോ. ഒരു വർഷത്തെ അവളുടെ ശമ്പളത്തുക മൊത്തമായി കൊടുത്താൽ പോലും അത്രയും വിലയുള്ളൊരു ഡ്രസ് വാങ്ങാൻ അവളെ കൊണ്ട് പറ്റില്ല. അതിന് ആ ഡ്രസ് അവള് വാങ്ങിയതല്ല, അവൾക്ക് സമ്മാനമായിട്ട് കിട്ടിയതാ. ഇത്രയും വിലയുള്ള ഡ്രസ് അവൾക്ക് സമ്മാനമായി നൽകാൻ മാത്രം കയ്യിൽ കാശുള്ളത് ആരായിരിക്കും? അമ്മയുടെ മകനില്ലേ മാഹി, അവൻ തന്നെ. ഇത്രയും വില കൂടിയ ഡ്രസ് അവൾക്ക് കൊടുത്തത് മഹിയാണോ? അതെ. ഈ അടുത്തായിട്ട് അവന്റെ പോക്ക് എനിക്ക് അങ്ങോട്ട് ബോധിക്കുന്നില്ല. അമ്മ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അമ്മ ഉദാസീനത കാണിച്ച അവൻ കൈവിട്ടു പോവും. ഇങ്ങനെ ഒരു ഡ്രസ്സ് വാങ്ങുന്നുണ്ടെങ്കിൽ അവൻ ആർക്കാ അത് ഗിഫ്റ്റായിട്ട് കൊടുക്കേണ്ടത്? ദക്ഷയ്ക്കല്ലേ? അതെ, ഇങ്ങനെ അവൻ സമ്മാനം കൊടുക്കേണ്ടത് അവൾക്കാണ്. അതിനുള്ള അർഹതയും അവൾക്ക് മാത്രമാ ഉള്ളത്. എന്നിട്ട് അവൻ ചെയ്തതോ? ദക്ഷ അറിഞ്ഞ പിന്നെ ഇവിടെ നടക്കുന്നത് ഭൂകമ്പമായിരിക്കും. അമ്മയ്ക്കറിയാലോ, അവളുടെ സ്വഭാവവും ഏതാണ്ട് അമ്മയുടെ പോലെ തന്നെയാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെങ്കിലും അമ്മ അവനെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അവനെ നന്നായിട്ടൊന്ന് നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ പിന്നെ എല്ലാം കൈവിട്ടു പോകും. സൂക്ഷിച്ച ദുഃഖിക്കണ്ട. ഇതിൽ കൂടുതൽ എനിക്ക് അമ്മയോടൊന്നും പറയാനില്ല. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്ക് വൃത്തികേടാണോ? അല്ല, ഞാൻ പ്രതീക്ഷിച്ചാലും മനോഹരമായിട്ടുണ്ട്. ഒരു അപ്സരസ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ. എന്നെ കബളിപ്പിച്ചിട്ട് എന്റെ പിറകിൽ ഇതൊക്കെയാണ് നടക്കുന്നതല്ലേ? എന്റെ ഉപ്പും ചോറും തിന്നിട്ട് എല്ലാവരും എന്നെ ദ്രോഹിക്കുക. എല്ലാത്തിനും ഞാൻ വച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ കണക്കുകൾ ഞാൻ പ്രത്യേകം തീർക്കും. ഇപ്പോഴത്തെ ഈ ചിരിക്ക് ഞാൻ നിന്റെ കണ്ണീര് കൊണ്ട് പകരം വീട്ടും. നോക്കിക്കോ. നീ എന്താ അന്തം വിട്ട് വായും പൊളിച്ച് നിൽക്കുന്നത്? അകത്തേക്ക് പോയി ആ മാല എടുത്തോണ്ട് വാ. അത് പിന്നെ ഞാൻ ഒരു ഒഴിവ് കഴിവും നീ പറയണ്ട. ആ മാല ഇപ്പോ ഇവിടെ കൊണ്ടുവരണം. മണിമാല മാത്രമല്ല, മറ്റു പലതും ഡ്യൂപ്ലിക്കേറ്റ് ആണോന്ന് എനിക്കറിയണം. അതിപ്പോ ഇവിടെ കൊണ്ടുവരാൻ സാധ്യമല്ല. കുഞ്ഞോളെ, ഞാനെന്തോ പറഞ്ഞു? ഇതായിരിക്കും ഐശ്വര്യയുടെ മറുപടി എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇവളുടെ കയ്യിലേ ആ മണിമാലയില്ല. ഐശ്വര്യ, ഏറെ തിരക്കുകളുള്ള ആളാണ് ഈ ജ്യോത്സ്യർ. ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ കളിതമാശകൾ പറഞ്ഞു പോകാൻ വേണ്ടിയല്ല. ആ മണിമാല നേരിൽ കണ്ട്
അത് ശരിക്കുള്ളതാണോ എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാ. ഇങ്ങനൊരു ദിവ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അക്കാര്യം എന്നോട് നേരത്തെ സൂചിപ്പിക്കണ്ടേ? എന്തിന്? അതിന്റെ ആവശ്യം എന്താ? ഒരു തട്ടിപ്പ് മാല തട്ടിക്കൂട്ടാൻ വേണ്ടിയാണോ? ഇവിടെ നടക്കാൻ പോകുന്ന ഫംഗ്ഷന്റെ അന്നും ജ്യോത്സ്യനെത്തും. ഇന്ന് നീ കാണിക്കുന്ന മണിമാല തന്നെയാണോ അന്ന് കാണിക്കുന്നതെന്ന് അറിയാൻ. ഇങ്ങനൊരാള് മാല പരിശോധിക്കാൻ എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ മാല പരിശോധിക്കാൻ ഇദ്ദേഹത്തെ ഏത് ദിവസമാണ് വരുത്തേണ്ടതെന്ന് എനിക്ക് പറയാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ ആ മാല ഇദ്ദേഹത്തെ കാണിച്ചാൽ എന്താ കുഴപ്പം? ദൈവികമായിട്ടുള്ള ആ മാല പുറത്തേക്ക് എടുക്കുവാനായി പ്രത്യേകം മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. ഓരോ വർഷവും ആദ്യത്തെ പൗർണമി നാളിൽ മാത്രമേ അത് പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത ദിവസങ്ങളില് ആ മാല തൊട്ട് അശുദ്ധമാക്കിയാൽ അതിന്റെ ശുദ്ധിയും ദിവ്യത്വവും നഷ്ടപ്പെടും. നീ വീണ്ടും എന്നെ കബളിപ്പിക്കാൻ നോക്കുകയാണോ? അതാണല്ലോ ഇവരുടെ സ്ഥിരം പരിപാടി. ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് കുഞ്ഞുകൊണ്ട് പറ്റിക്കുക. ഓ, നിന്റെ നിഷ്കളങ്കത മുതലാക്കി കാര്യങ്ങൾ നേടുക. ആ പതിവേ ഇപ്പോഴും ഇവിടെ തെറ്റിച്ചിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ വാസ്തവ. ഇക്കാര്യത്തില് എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ കുട്ടി പറഞ്ഞത് സത്യമാണ്.